ചെയ്തു. അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് മുറി അടച്ചു വെച്ചു, കരയാൻ തുടങ്ങി. ഇനി ഞാൻ അച്ഛനോട് അമ്മയോട് സംസാരിക്കൂല, അവരെനിക്ക് ഇഷ്ടമല്ല. ചെറിയൊരു കാര്യം, ആ കരഞ്ഞത് ഞാനല്ലോ. ഇത് ലിവിംഗ് ആണോ നോൺ ലിവിംഗ് ആണോ എന്ന് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് കാറ്റ് വരുന്നുണ്ട്, നമുക്ക് ഇതിനെ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ല, ഇവിടെ എന്തില്ല, കാറ്റില്ല, നോൺ ലിവിംഗ് ആണ്. ടെസ്റ്റ് ചെയ്യാൻ പോവാണേ. അവരെന്താ റിയാക്ട് ചെയ്തു? അല്ല, ഇത് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഇത് ലിവിംഗ് അല്ല, ഇത് പോവില്ല, ബോഡി നമുക്ക് ഇതിനെ മാറ്റേണ്ടി വരും. നിങ്ങളിപ്പോ നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കുന്നുണ്ടോ? അവരായിട്ട് ഇപ്പോഴും വിഷമമുണ്ടോ? യെസ് എന്നോ? ഇപ്പോഴും വിഷമമുണ്ടോ? എനിക്ക് അവരുടെ പേരൻസിനെ ഒന്ന് കാണണം. അലക്സാർ എന്തൊക്കെ കാണിക്കുന്നു അലക്സാർ എന്തൊക്കെ കാണിക്കുന്നു കേട്ടോ. ബട്ടർഫ്ലൈയോ? സാറിന്റെ മുകളിൽ ബട്ടർഫ്ലൈ എവിടെ? ഓ, ഇവിടെ എവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ടോ? എന്റെ തലേനെ വരെയാണോ? എവിടെയാണ്? അയ്യോ, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ബട്ടർഫ്ലൈനൊന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് പാനിക്കായത്. ഓക്കെ, നാളത്തെ പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചില്ല, നോക്കൂ ഇങ്ങനെ. ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവറാക്കരുത്. ഇവനിത് ഓവറാക്കും. അതല്ലടാ നാളത്തെ എക്സാമിന് ചോദിക്കാം. അടിപൊളിയായിട്ട് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് എക്സാമിനർ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ പഞ്ചലയും പോയി. കാണാൻ രസം, അട്രാക്റ്റീവ് ഒന്നും അല്ല, ആൾക്കാർ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അത് മനസ്സിലായതാണ് ഹസന്റെ കുറച്ച്. ഹസനെ പറ്റി പറയുമ്പോൾ ഇനി നമുക്ക് +2 പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എക്സാമിനർ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ പഞ്ചലയും പോയി. ടെക്നിക്കലി നാളെയാണ് തിരുവോണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നാളത്തെ ഇന്ന് ചെറിയ ഓണാണ്. അപ്പൊ എനിക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് അല്ല, അർച്ചന ടെക്നിക്കലായിട്ട് പറഞ്ഞോ, ചിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, തിരിഞ്ഞു വരണം. തിരിഞ്ഞു വന്നിട്ട് നിങ്ങൾ വീണ്ടും തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരണം. ഓക്കെ, യെസ്. ഓക്കെ, ഇങ്ങോട്ട് വരാം. അപ്പൊ എന്നാലാണ് നിങ്ങൾ സക്സസ് ആവാ, അല്ലെ, ജയിക്കുക. ഗെയിമൊക്കെ കളിക്കുന്നതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവരും നിങ്ങളെ പോലെ എന്താണ് കുറച്ച് മണ്ടത്തരൊക്കെ കാണിക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്വയം ഡിസ്കവർ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. കുറച്ച് സർപ്രൈസസ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അർച്ചന മിസ് ഡാൻസ് പാടുമോ? അപ്പൊ ഇന്നത്തെ അജണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്നും ഓണം സ്പെഷ്യൽ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നത് അല്ലേ. വലിയ വട്ടുണ്ടോ? ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഇരിക്കാറ് ചായ കുടിക്കാൻ. എല്ലാം ഓക്കെ. നിങ്ങളുടെ കമന്റ്സ് ഒന്നും എനിക്ക് കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ ഫുൾ ഡൈനാമിക് ആണ്. ഫുൾ കുട്ടികളൊക്കെ ഭയങ്കര സിനിമറ്റോഗ്രാഫി സെൻസ് ഉള്ള ആൾക്കാരാണ്. മിസ്സിന്റെ ട്രോൾ കണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ആൾക്കാർ ഓരോ മണ്ടത്തരൊക്കെ കാണിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ATR മിസ് വരെ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോന്ന് പറയാനൊക്കെ തുടങ്ങി. അപ്പൊ അതാണ് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ തെറ്റാണ്ട് ഒരു ഡാൻസ് കളിക്കുന്നത്. എന്നാലും അവിടെ ഇവിടെ തെറ്റിച്ചു. പക്ഷെ നിങ്ങളുടെ ഭാഗ്യം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് ബോർഡിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ മറന്നു തിരിഞ്ഞിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ കുറച്ച് കപ്പുകൾ കൊടുത്തിട്ടുണ്ട്. യെസ്, സിമ്പിൾ ഗെയിമാണ്. ഒന്ന് ശരി. ഞാനിപ്പോ സ്പീക്കറിലാക്കാൻ പോവാ, നമ്മുടെ കുട്ടികൾക്ക് കേൾക്കും. അപ്പൊ ഫുൾ ഡീസന്റ് ആയിരുന്നു. അതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഇതെല്ലാവരും കേൾക്കാൻ പോകുന്നതാണ്. യൂട്യൂബിൽ 1300 പേര് കാണുന്നതാണ്. അപ്പം പക്ഷെ അച്ഛനാമസിന്റെ ആ ഒരു പോരാട്ടത്തിൽ
അർച്ചന നമ്മൾ തളർത്തി കാണുന്നില്ല. അർച്ചന നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ലിപ്സ്റ്റിക് പോകും എന്നുള്ള ഭയത്തിലുണ്ടെങ്കിൽ കൂടി അർച്ചന സൂപ്പർ ആയിട്ട് അലൻ സാറാണ് വിജയിച്ചിരിക്കുന്നത്. നിങ്ങളോട് പറയുന്ന ഹോപ്പ് ഇടരുത്. അലക്സ് സാറിന് ഒരു കപ്പ് ഉണ്ടായിരുന്നു, ഞാൻ നിർത്താൻ പോയി. പക്ഷെ അലക്സ് സാർ സംഭവം എന്താ വെച്ചാൽ അതും കൂടെ എന്റെ ആയിരുന്നു. അപ്പം ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പൊ ആ സമയം പിന്നെ പപ്പൻ സാർ എന്താണ് ഭയങ്കര ബുദ്ധിയാണ്. പപ്പൻ സാർ നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ മീശി പിരിച്ച് നടക്കുന്നതിന്, പക്ഷെ പപ്പൻ സാർ ഉള്ളിൽ ഫുൾ ബുദ്ധി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പം ഈ പപ്പൻ സാർ പണ്ടേ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ അതുപോലെ ഉപദേശിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരു പാട്ടാണ്, ഞങ്ങൾ ട്രൈ ചെയ്യാമോ കേട്ടോ. അപ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എന്താണ് പറ്റുന്നതിലേക്ക് ക്ഷമിക്കുക, കാരണം ഞങ്ങളുടെ പണി ഇതല്ല. കെമിസ്ട്രി ലാബിൽ ലവ് സ്റ്റോറി പപ്പൻ സാറിന്റെ ലവ് സ്റ്റോറിയും പപ്പൻ സാറിന്റെ അങ്ങനത്തെ കുറച്ച് ഓരോരോ കള്ളത്തരങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് റിവീൽ ചെയ്യും. ടീച്ചർ പഠിപ്പിക്കാൻ ടീച്ചർ അങ്ങനെയല്ല, നമ്മൾ ഭയങ്കര രസമായിട്ട് ഓരോ ലൈവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നു, മെന്റിയിൽ കളിക്കുമ്പോൾ തല്ലുണ്ടാക്കുന്നു. പക്ഷെ എന്താ കിരൺ സാറിനെ പോലെ അത്ര വൈലന്റ് ആവുന്നൊന്നുമില്ല. പക്ഷെ പപ്പൻ സാറിന് പോലീസായിട്ട് ആലോചിച്ചു പേടിയാവില്ല. അർച്ചന വരുന്ന മീശ കാണുമ്പോൾ തന്നെ പേടിയാവുന്നത്. മിസ്സിന് ട്രാവൽ ഇഷ്ടമുള്ളതാണോ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് യൂണിഫോം ഒക്കെ നല്ല പാട്ട് പാടാൻ പറയാൻ പോവാണ്. പ്രഷറായി പപ്പൻ സാർ കോമ്പറ്റീഷൻ ആരാണ് ഏറ്റവും നല്ല പാട്ട് പാടാൻ പോകുന്നതാണ്, പഠിപ്പിക്കാൻ പോകുന്നല്ല ഇവിടെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും പിന്നെ സ്ട്രാറ്റജി അറിയണേ ഒന്നുമില്ല, നന്നായിട്ട് ഊതാ അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ. My question to all the examiner team, what is your next goal? നമ്മൾ അവരെ ഗോൾ പഠിപ്പിച്ച് നമ്മുടെ ഗോൾ ചോദിക്കാനായി വീണ്ടും ഞങ്ങൾ മനുഷ്യന്മാരാണ്, തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസിഡന്റ് ആണിത്. ഓക്കെ, അല്ല ഇവർക്ക് സംഭവിക്കാറുണ്ട്, ക്ലാസ്സിൽ മ്യൂട്ട് ബട്ടൺ അതേപോലെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ പ്രാവശ്യം ആരും കളിക്കാൻ വേഗം ആരും കളിക്കാനും ഞാൻ കളിക്കട്ടോ, അതുകൊണ്ടാണ്. വലിയ ഞാൻ കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടി പറയുന്നത്, പക്ഷെ പറ്റി പറഞ്ഞ വെച്ചാൽ എല്ലാവരും ആണുങ്ങളായിപ്പോയി. അതുകൊണ്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചോ, ഞാൻ ചെയർ നോക്കൂല, ഞാൻ ടേബിൾ നോക്കി ഇരിക്കുള്ളൂ. നമ്മള് ഒരു ജയത്തില് നമ്മള് സങ്കടപ്പെടരുത്. അത് കാണാറുണ്ട്. തോൽവി വിജയത്തിന് ചവിട്ടുപടി ആയതുകൊണ്ട് കുറെ ചവിട്ടുപടികളായില്ല കയറിക്കൊണ്ടിരിക്കുന്നത്. ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തിരുവാതിര ഉണ്ടായിരുന്നു, അലക്സാർ ജയിച്ചു, അല്ല ഞാൻ ജയിച്ചു, അലക്സാർ തോറ്റു. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ATR മിസ് പല ഫാക്കൽറ്റിയുടെ പേര് ഇപ്പൊ പഠിച്ചു എന്നുള്ള കാര്യം. ഞാൻ ഡ്രംസ് ഒക്കെ അലക്സാർ ഗിറ്റാറും പിയാനൊക്കെ വായിക്കും. അങ്ങനെ അതിന് കുറെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി എന്തൊക്കെ നമ്മൾ വായിക്കും, എന്തൊക്കെ ചെയ്യും. പിള്ളേരെക്കാളും കൂടുതൽ എനിക്കാണല്ലോ സർപ്രൈസ്. അതെ, മിസ്സിനോട് ഓടില്ല അങ്ങനെ എന്തൊക്കെയൊന്നുമില്ലായിരുന്നോ? അതുകൊണ്ടൊന്നുമില്ല. എക്സാമിനറിന്റെ ബുക്സിന്റെ കാര്യം കൂടി പറയാം. ബുക്സ് അതിന് വേണ്ടിട്ട് എക്സാമിനർ തെരഞ്ഞെടുത്ത ചാനൽ ഏതാണെന്നറിയോ? പറയൂ, ഏതായിരിക്കും? നിങ്ങളുടെ ചാനൽ SSLC അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. 1, 5, 4 കോമൺ ഡിഫറൻസ് 4 ഫസ്റ്റ് ടേം ഒന്നും ആയിട്ടുള്ള സാർ ഇങ്ങനെ പറയുന്നുണ്ടോ? അപ്പൊ അലക്സ് സാർ പറയുന്നത് കേൾക്കരുത് എന്ന് നിങ്ങളുടെ ബ്രെയിൻ പറയുന്നുണ്ടാവും അല്ലേ? അപ്പൊ അത് കൊണ്ടുവന്നത് ആരാ? മോട്ടോർ ഹൃദയം പറയും. അലക്സ് സാർ പറയുന്നത് കേൾക്കാൻ പാടുള്ളൂ. ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ദാ പിടിച്ചോളൂ. അപ്പൊ ഇനി ക്യാമറ എല്ലാം പൊട്ടിപ്പോയാലേ ലൈവ് എൻഡ് ചെയ്യും കേട്ടോ. പറ്റുള്ളൂ, അത് മനസ്സിലാക്കുക. അതാണ് ജീവിതത്തിന്റെയും 10ാം ക്ലാസിന്റെ ഒക്കെ റിയാലിറ്റി ആണ്. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ ആ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആയി നടക്കില്ല. ഇലക്ട്രോണിക് സെല്ലിൽ പ്രോസസ് മാറില്ല. നമുക്ക് ഇവിടെ ഒരു കെമിസ്ട്രി ടെസ്റ്റ് ആക്കണം. അത് സാർ കണ്ടുപിടിച്ച് വന്നാൽ മതി. ഇവരാണ് കോഴികളൊക്കെ ഇപ്പോഴൊന്നും ആക്റ്റീവ് ആവാ.
ഇല്ല, ഒഴിവുകളൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ പോയി. ഓക്കെ, സത്യം പറ, ഈ ക്ലാസ് കാണാൻ നിങ്ങൾ വരുമോ? ഇല്ല. കാര്യം നിങ്ങൾക്ക് അലൻ സാറോട് ഭയങ്കര മതി ഇത്ര കളിയാക്കിയത് മതി. നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോ. മതി അത്ര മതി. അപ്പം ആ അലൻ സാർ അല്ല ഇവിടെ നിൽക്കുന്നത്, ശരിയല്ലേ? ഇപ്പോൾ അലൻ സാർ ഹലോ എക്സാം ഇന്നർ ഫാമിലി, നമുക്ക് അരിത്തമെറ്റിക് പ്രൊഫഷൻ അത് വേണം അങ്ങനെയെങ്കിലും പറയാം. അപ്പൊ ഈ ചിലപ്പോൾ ഒരു ഡിസ്ക്ലൈമർ ഞാൻ തരാം. ഈ വീഡിയോ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ട് ഞാൻ അവരെ പേരൻസിനെ വിളിച്ചിട്ട് പൈസ വയ്ക്കുന്ന അതുപോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതല്ലായിരുന്നു. അലക്സാർ സെയിം ആണ്. പക്ഷെ അവിടെ നിന്നുള്ള ആ അലക്സാറും ഈ അലക്സാറിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്താണ്? പേപ്പറിൽ പല്ല അതല്ല. ലാംഗ്വേജ് സബ്ജക്റ്റുകൾ അറിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒത്തിരി ആൾക്കാർ പറ്റിക്കില്ലേ? ഇപ്പൊ നമ്മുടെ അനുശ്രീ മിസ് നമ്മുടെ ദുബായിലെ മണലാരണ്യങ്ങളിൽ കിടന്നിട്ട് ഇപ്പൊ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഇനി ജോയിൻ ചെയ്യാൻ ഇരിക്കുന്നവർക്കും ഡേറ്റ് എല്ലാവർക്കും, ഇനി ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും എല്ലാവർക്കും ഡേറ്റ്, ഇനി ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവർക്കും, ഇനി ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്ത് ഇനി ജോയിൻ ചെയ്യാനുള്ളവർക്കും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് കളഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് അർച്ചന മിസ് ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. മിസ് ഡാൻസ് കളിക്കൊന്നും ചെയ്യൊന്നും വേണ്ട. മിസ് 7 അല്ല, വേൾഡ് റെക്കോർഡ് എത്രയാണ് മിസ് ഗസ് ചെയ്തോ? 7 അല്ല 12. മോശമല്ല. അപ്പൊ വേൾഡ് റെക്കോർഡ് എത്രയാ? 7 12 ആൾക്കാരാ. നിങ്ങൾ യൂട്യൂബിൽ നോക്കി പറ്റിച്ചാ 12 ആക്കിയിട്ടുണ്ട്. അതുപോലെ വേറെ ആളും വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ ഫീൽഡ് സൈസുള്ള പേപ്പർ അതില്ലാത്തതുകൊണ്ട് അതാണ് പ്രശ്നം. എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ. അത് ഏത് മേഖലയിൽ പഠനത്തിന്റെ കാര്യമല്ല ഞാൻ പറയും. നിങ്ങൾ എഞ്ചിനീയറിംഗോ ഡോക്ടർ ആവാൻ പോകുന്ന കാര്യമല്ല. ഏതൊരു ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് ചലഞ്ചസ് വരും. ആ ചലഞ്ചിനെ ഏറ്റെടുക്കാൻ പറ്റാത്തടത്തോളം ഒരിക്കലും ആ ഒരു ഫീൽഡ് ആ ഒരു മേഖലയിൽ ഓക്കെ, വളരെ ശരിയാണ്. ആ ചാപ്റ്റർ 1.5 മണിക്കൂർ സ്കൂളിൽ പോയി 1.5 മണിക്കൂർ അതുകൊണ്ട് തീർത്ത് വരും. 1.5 മണിക്കൂർ അധികം മണിക്കൂർ വെറുതെ പഠിക്കാം. ഇത് എല്ലാ ദിവസവും ഞാൻ കൊണ്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ചാലഞ്ച്. വെറുതെ സ്റ്റഡി പ്ലാൻ അല്ല. ഓക്കെ, വെറുതെ നിങ്ങൾ ഈ ചാലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുക്കണം. ചാലഞ്ചസ് ആയിട്ട് തന്നെ ഏറ്റെടുക്കണം. അതിനെ മറികടക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം. അത് ചെയ്താൽ എവിടെ വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടി ഒന്നുമല്ല. ഇത് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ വെറുതെ പറയുന്നല്ല, സീരിയസ് ആയിട്ട് തന്നെ എടുക്കാം. ഇതൊരു ചലഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 ദിവസം എല്ലാവരും ഭയങ്കര ഉഷാറായിരിക്കും. നാളെ ഭയങ്കര ഉഷാറാവും. ഈ ദിവസം വരുന്നവനായിരിക്കും ശരിക്കും വിജയിക്കാൻ. അതിനടുത്ത ദിവസം കൂടി വരുന്നവനായിരിക്കും ഡബിൾ. മനസ്സിലായല്ലോ? അപ്പം ഒരു കാരണവശാലും ഈ ലൈവ് മിസ് ചെയ്യരുത്. നിങ്ങൾ അപ്പൊ പറയാൻ ഒന്നും ചെയ്യാനുണ്ടാവില്ല. എന്താ ചെയ്യാം? ആഗ്രഹം നിങ്ങൾ ചെയ്യും. പക്ഷേ മക്കളെ ഇത് നമ്മുടെ തലയിൽ കയറണ്ടേ? അതെ, ലാസ്റ്റ് മിനിറ്റിൽ ടെൻഷനും കൂടി ഉണ്ടാകും. അതെ, അപ്പൊ ഒരു കാരണവശാലും വേറെ ഞാൻ അപ്പം വെച്ച് കളിക്കുന്നു. ഓക്കെ, അപ്പം കുറച്ച് കഞ്ഞി എടുക്കട്ടെ മണിക്കാം. കഷ്ടം. അലൻ സാർ വരാത്ത നന്നായി. അലൻ സാറിന് പുഷ്പത എല്ലാം നഷ്ടപോയത്. അപ്പം അപ്പോ മക്കളെ മനസ്സിലാക്കാൻ എത്രയേ ഉള്ളൂ കൊണ്ടാ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ എത്രയേ ഉള്ളൂ. അതായത് ഇനി ഓരോ വാക്കും ഇങ്ങനെ സൂക്ഷിക്കേണ്ട ആവശ്യം. ഇതിനെ കൊണ്ട് വലിയ തലവേനാണല്ലോ. അപ്പൊ മക്കളെ ഒരു പ്രശ്നമാണ് കേട്ടോ. മക്കളെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ പ്ലാൻ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ചാപ്റ്റർ തീർക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാൻ എങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് തന്നെ ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾ അറിയണം ഇതൊക്കെ അങ്ങനെ ഒരു ദിവസം ചാപ്റ്റർ തീർക്കും. അത് ഭയങ്കര ഒരു ദിവസം നിങ്ങൾ 5 മണിക്കൂർ വെച്ചിട്ടാണ് ചാപ്റ്റർ തീർക്കാൻ പോകുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? ഒരു ദിവസം നിങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ മതിയോ? 5 ദിവസം 2 ദിവസം വരുന്നില്ല എന്നാ പറഞ്ഞേ. ഓടി വരും. ഓക്കെ, യുദ്ധത്തിന് വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ജയിക്കില്ലേ? ഇന്ന് എന്താണെങ്കിലും ഇന്ന് ഗുമസ്തേ സ്പെക്യുലാരിറ്റി ഓഫ് എക്സിന്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞത്.
എക്സിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ എക്സിന്റെ പ്രത്യേകത എന്ന് എഴുതി വെക്കരുത്. നമ്മൾ എന്ത് എഴുതണം, നമ്മുടെ എക്സിന്റെ പ്രത്യേകത എന്താണ്, എന്റെ എക്സ് അടിപൊളിയായിരുന്നു, എന്റെ എക്സ് നല്ല സൂപ്പർ ആയിരുന്നു, സൂപ്പർ ലുക്കിംഗ് ആയിരുന്നു, അല്ല അങ്ങനെ ശരി, എല്ലാവർക്കും നല്ലൊരു പങ്കുണ്ട്. റിവിഷൻ ആണെങ്കിൽ നമുക്ക് ബൂസ്റ്റ് കുടിക്കാം, റോക്കറ്റ് റിവിഷൻ ആണെങ്കിൽ നമുക്ക് റോക്കറ്റ് കുടിക്കാൻ പറ്റില്ലല്ലോ, റോക്കറ്റിൽ പോകാനും പറ്റില്ല. ആൻസർ കണ്ടുപിടിച്ച് വന്നാൽ കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് വരണോ? ഞാൻ ആൻസർ പറഞ്ഞാൽ മതി. ആൻസർ പറഞ്ഞാൽ പോലെ LPG ബ്യൂട്ടേൻ, CNG മീത്തേൻ. നീ എന്റെ വണ്ടി നിങ്ങളുടെ പ്രഡിക്ഷൻ ആര് തോക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആര് ജയിക്കും? ജയിക്കും മക്കളെ, ആര് ജയിക്കും, ആര് തോക്കുന്നു നിങ്ങൾ പറയുന്നത് മനസ്സിലാവുണ്ട്. ബയോളജി 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 പേപ്പർ കൊണ്ട്, ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു ഉണ്ടാക്കിയ പേപ്പറാണ് കേട്ടോ. ഞാൻ പക്ഷേ ക്ലേ മോഡലിംഗ് ഒക്കെ പോലെ ന്യൂസ് പേപ്പർ മടക്കി വെച്ചിട്ട് കാണാം, നല്ല രസമുണ്ട് അല്ലേ? അർച്ചന മിസ്സിനെ പോലെ തന്നെ അല്ലേ കാണാൻ? അപ്പൊ ഇതെങ്ങനെ അർച്ചന ഇന്ന് വൈകുന്നേരം ലൈവിൽ വരില്ലേ? Got buzz on buzz, flowing like sambar, mixing some masala.